പണ്ട് പണ്ട് ദേവീപുരം എന്നൊരു ദേശത്ത് വലിയൊരു ധനികനുണ്ടായിരുന്നു. തന്റെ നിലവറയിൽ കോടിക്കണക്കിന് പൊന്നാണയങ്ങളാണ് അയാൾ സൂക്ഷിച്ചിരുന്നത്. എന്നിട്ടും അയാളുടെ ധനമോഹം തീർന്നില്ല. പക്ഷേ ഒരു പകർച്ചവ്യാധി പിടിപെട്ട് ധനികനും ഭാര്യയും മകനും പെട്ടെന്ന് മരിച്ചുപോയി. ധനത്തോട് ആർത്തി തീരാത്ത ധനികൻ ഒരു ചുണ്ടലിയായി വീണ്ടും ജനിച്ചു. സ്വർണ്ണ നാണയങ്ങൾ കൂമ്പാരം കൂട്ടിയിരുന്ന നിലവറയിലായിരുന്നു എലി പിറന്നു വീണത്. വളർന്നു വലുതായപ്പോൾ എലി തൻ്റെ പഴയ കഥകളെല്ലാം ഓർത്തു. ഭാര്യയുടെയും മകന്റെയും ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്നറിയാൻ എലി ഇറങ്ങിത്തിരിച്ചു. ഒടുവിൽ അവരെ ഒരു ചെറിയ കുടിലിൽ അവൻ കണ്ടെത്തി. അവർ ഭിക്ഷയെടുത്താണ് ഉപജീവനം കഴിച്ചിരുന്നത്. അവരുടെ അവസ്ഥ കണ്ട് എലിക്ക് വല്ലാത്ത സങ്കടം വന്നു. എലി അവരോട് പറഞ്ഞു, കഴിഞ്ഞ ജന്മം നമ്മളെല്ലാം പണക്കാരായി സുഖിച്ച് ജീവിച്ചവരാണ്. ഈ ജന്മത്ത് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടു കഴിയുന്നതിൽ എനിക്ക് സങ്കടം തോന്നുന്നു. നാളെ മുതൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. ഒരു എലിയായ അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്? ഭാര്യയ്ക്ക് സംശയമായി. അതൊന്നും ആലോചിച്ച് നിങ്ങൾ തലപൊക്കിക്കേണ്ട, അത്രയും പറഞ്ഞ് എലി അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം എലി ഒരു സ്വർണ്ണ നാണയവും കടിച്ചു പിടിച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത്. നിലവറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് പൊന്നാണയങ്ങളിൽ ഒന്നാണിത്. ഇതുപോലെ എന്നും ഞാൻ ഓരോ സ്വർണ്ണ നാണയം നിങ്ങൾക്ക് തരാം. പറഞ്ഞതുപോലെ ഓരോ സ്വർണ്ണ നാണയം വീതം എലി മുടങ്ങാതെ അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും മാറിയതോടെ ഭിക്ഷാടനത്തിന് അവർ പോകാതെയായി. അതോടെ അവരുടെ ആഗ്രഹങ്ങൾക്കും ചിറകുമുളക്കാൻ തുടങ്ങി. ഒരു ദിവസം മകൻ അമ്മയോട് പറഞ്ഞു, നമ്മുടെ ഈ ചെറ്റക്കുടിലിൽ പൊളിച്ചു കളഞ്ഞ് നമുക്ക് വലിയൊരു ബംഗ്ലാവ് പണിയണം. ഓരോ ദിവസവും ഓരോ പൊന്നാണയം തരുന്നതിന് പകരം നിലവറയിലെ പൊന്നാണയമെല്ലാം ഒന്നിച്ചു തരാൻ അമ്മ എലിയോട് പറയണം. അപ്പോഴാണ് അമ്മയുടെ ചിന്തയും ആ വഴിക്ക് തിരിയുന്നത്. അത് ശരിയല്ലേ, പൊന്നാണയങ്ങൾ ഒന്നിച്ചു കിട്ടിയാൽ ഇതിലും സുഖമായി ജീവിക്കാൻ കഴിയും. പതിപോലെ എലി ഒരു സ്വർണ്ണ നാണയം കൊണ്ടുവന്നപ്പോൾ അവർ അക്കാര്യം പറഞ്ഞു. ഞാനൊരു എലിയല്ലേ, പൊന്നാണയങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല, എലി പറഞ്ഞു. അതിനെന്താ, ഞാനും മകനും കൂടെ വരാം. പൊന്നാണയം ഇരിക്കുന്ന നിലവറ ഞങ്ങളെ കാണിച്ചു തന്നാൽ മതി. അത് കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ ഏറ്റു, ഭാര്യ പോംവഴി നിർദ്ദേശിച്ചു. അത് പാടില്ല, ആവശ്യത്തിലധികം ധനം കയ്യിൽ വന്നാൽ പല അനർത്ഥങ്ങൾക്കും കാരണമാകും. കഴിഞ്ഞ ജന്മം നാം അത്രയും സമ്പാദിച്ചിട്ടും അതനുഭവിക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. സുഖമായി കഴിയാനുള്ള പണം ഞാനിപ്പോൾ തരുന്നില്ലേ, എലി ഉപദേശിച്ചു. എന്നിട്ടവൻ പോകാൻ തുടങ്ങി. എലിയുടെ വിശദീകരണങ്ങളും ഒടുവിൽ ആ ചോദ്യവും കൂടി കേട്ടപ്പോൾ സ്ത്രീക്ക് കലിയിളകി. കയ്യിൽ കിട്ടിയ ഒരു മരമുട്ടിയെടുത്ത് അവർ എലിയുടെ തലയ്ക്ക് ഒരു കൊട്ടുവെച്ചു കൊടുത്തു. എലി അതോടെ ചത്തുപോയി. എലി ചത്തതോടെ അവർക്ക് ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന പൊന്നാണയങ്ങൾ കിട്ടാതായി. മിച്ചമുണ്ടായിരുന്ന ധനമെല്ലാം തീർന്നതോടെ വീണ്ടും ആ വീട്ടിൽ പട്ടിണിയായി. കഷ്ടപ്പാടും ദുരിതങ്ങളും ഏറി വന്നതോടെ അവർക്ക് വീണ്ടും പഴയ തൊഴിൽ നേടേണ്ടി വന്നു.